സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് എന്നാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് കേരളത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് എന്നാണ്? 2025 നവംബർ 1 2025 നവംബർ 1. കേരളത്തിലെ ആദ്യത്തെ അവക്കാഡോ നഗരം അമ്പലവയലാണ്. അമ്പലവയൽ. സംസ്ഥാന സർക്കാർ പുതുതായി രൂപവൽക്കരിച്ച വയോജന കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ. സംസ്ഥാന സർക്കാർ പുതുതായിട്ട് രൂപവൽക്കരിച്ച വയോജന കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനാണ് കെ സോമപ്രസാദ്. 100% അർബുദ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരസഭ. 100% അർബുദ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭയാണ് കോട്ടയ്ക്കൽ. രാജ്യത്തെ ആദ്യ മാനസികാരോഗ്യ അംബാസിഡറായി നിയമിതയായത്. രാജ്യത്തെ ആദ്യത്തെ മാനസികാരോഗ്യ അംബാസിഡറായിട്ട് നിയമിതയായത് ദീപിക പദുക്കോൺ. യുനെസ്കോയുടെ പുതിയ ഡയറക്ടറായി നിയമിതനായത് ആര്? യുനെസ്കോയുടെ പുതിയ ഡയറക്ടറായിട്ട് നിയമിതനായത് ഖാലിദ് എൽ എനാനിയാണ്. വോട്ടർ പട്ടികയിലെ തീവ്ര പുനഃപരിശോധനയായ SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനം. വോട്ടർ പട്ടികയിലെ തീവ്ര പുനഃപരിശോധനയായ SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അടിസ്ഥാനമാക്കിയിട്ട് ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനം ഏതാണ്? ബീഹാർ. 2025 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ലാസ്ലോ ക്രാസ്നഹോർക്കയ്ക്കാണ്. ഹംഗറിയുടെ ലാസ്ലോ ക്രാസ്നഹോർക്കയ്ക്കാണ് 2025 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്. 2025 സമാധാന നോബൽ ജേതാവ് ആരാണ്? 2025 സമാധാന നോബൽ ജേതാവ് മരിയ കൊറീന മച്ചാഡോയാണ്. 2025 സമാധാന നോബൽ ജേതാവ് മരിയ കൊറീന മച്ചാഡോ. 49ാമത് വയലാർ അവാർഡ് ജേതാവ് ഇ സന്തോഷ് കുമാറാണ്. കൃതി ഏതാണ്? തപോമയിയുടെ അച്ഛൻ. വയലാർ അവാർഡ് ജേതാവ് ഇ സന്തോഷ് കുമാർ. കൃതി തപോമയിയുടെ അച്ഛൻ. വാട്സപ്പിന് പകരമായിട്ട് ചെന്നൈ ആസ്ഥാനമായുള്ള ഇന്ത്യൻ കമ്പനിയായ സോഹോ വികസിപ്പിച്ചെടുത്ത ആപ്പ് ഏത്? വാട്സപ്പിന് പകരമായിട്ട് ചെന്നൈ ആസ്ഥാനമായുള്ള ഇന്ത്യൻ കമ്പനിയായ സോഹോ വികസിപ്പിച്ചെടുത്ത ആപ്പാണ് അറാട്ടൈ എന്നത്. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്ത്. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്ത് ട്രയോണ്ട. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന അലൂമിനിയം നിക്ഷേപം കണ്ടെത്തിയ കാറഡൂക്ക ഏത് ജില്ലയിലാണ്? ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന അലൂമിനിയം നിക്ഷേപം കണ്ടെത്തിയ കാറഡൂക്ക കാസർഗോഡ് ജില്ലയിലാണ്. ജില്ല. ഇന്ത്യയിൽ ആദ്യമായി വിത്തില്ലാത്ത തണ്ണിമത്തൻ വികസിപ്പിച്ച സ്ഥാപനം. ഷോണിമ എന്നതാണ് പേര്. വികസിപ്പിച്ച സ്ഥാപനം വെള്ളാനിക്കര കാർഷിക സർവകലാശാലയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വിത്തില്ലാത്ത തണ്ണിമത്തനായ ഷോണിമ വികസിപ്പിച്ച സ്ഥാപനം ഏതാണ്? വെള്ളാനിക്കര കാർഷിക സർവകലാശാല. കേരളത്തിലെ ആദ്യ ഹൈബ്രിഡ് ഇൻ്റഗ്രേറ്റഡ് കാരാവൺ പാർക്ക് നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ ഹൈബ്രിഡ് ഇൻ്റഗ്രേറ്റഡ് കാരാവൺ പാർക്ക് നിലവിൽ വന്നത് മലമ്പുഴയാണ്. കവ ഇക്കോ ക്യാമ്പ് എവിടെയാണ്? മലമ്പുഴ. സിനിമയിൽ 50 വർഷം പൂർത്തിയാക്കിയതിന് 56ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ
സമാപന ചടങ്ങിൽ ആദരിക്കപ്പെട്ട നടനാര്? സിനിമയിൽ 50 വർഷം പൂർത്തിയാക്കിയതിന് 56ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സമാപന ചടങ്ങിൽ ആദരിക്കപ്പെട്ട നടനാണ് രജനീകാന്ത്. 56ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം സ്വന്തമാക്കിയ വിയറ്റ്നാമീസ് ചിത്രമേതാണ്? 56ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം സ്വന്തമാക്കിയ വിയറ്റ്നാമീസ് ചിത്രമാണ് സ്കിൻ ഓഫ് യൂത്ത്. ചിത്രത്തിന്റെ പേര് സ്കിൻ ഓഫ് യൂത്ത്. വിയറ്റ്നാമീസ് ചിത്രമാണ് എന്നതും കൂടി ഓർക്കുക. ബാനു മുഷ്താഖിന്റെ ഹാർട്ട് ലാമ്പ് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്തത് ആര്? ബാനു മുഷ്താഖിന്റെ ഹാർട്ട് ലാമ്പ് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്തത് ദീപ ബാസ്തിയാണ്. ദീപ ബാസ്തി. ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം ലഭിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആര്? ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം ലഭിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ്. ഡൊണാൾഡ് ട്രംപ്. തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് റാംസാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആര്? തണ്ണീർത്തട സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് റാംസാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ജയശ്രീ വെങ്കടേശ്വരൻ. ജയശ്രീ വെങ്കടേശ്വരൻ. പ്രസിഡന്റ് ദ്രൗപദി മുർമുവിൽ നിന്നും ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ പുരസ്കാരം ഏറ്റുവാങ്ങിയ മലയാളി സ്കൈ ഡൈവർ ആര്? മലയാളി സ്കൈ ഡൈവർ ജിതിൻ വിജയനാണ്. ജിതിൻ വിജയൻ. ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ പുരസ്കാരം ലഭിച്ചത് ജിതിൻ വിജയൻ. 2025 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ച വിഖ്യാത മലയാള സാഹിത്യകാരൻ ആര്? പത്മവിഭൂഷൺ ലഭിച്ചത് ആർക്കാണ്? MT വാസുദേവൻ നായർക്കാണ്. MT വാസുദേവൻ നായർ. കായിക രംഗത്തെ മികച്ച നേട്ടത്തിന് 2025 കേരള ശ്രീ പുരസ്കാരം നേടിയത് ആര്? കായിക രംഗത്തെ മികച്ച നേട്ടത്തിന് 2025 കേരള ശ്രീ പുരസ്കാരം അഭിലാഷ് ടോമി. 2025 കേരള ശ്രീ പുരസ്കാരത്തിന് അർഹയായ വിവിധ മേഖലകളിലെ സംഭാവനകൾക്ക് പരിഗണിക്കപ്പെട്ട വ്യക്തി ആര്? ജിലുമോൾ മാരിയറ്റ് തോമസ് ആണ്. ജിലുമോൾ മാരിയറ്റ് തോമസ്. 2025 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയവർ ആരെല്ലാം? ഭൗതിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം നേടിയത് 3 പേർ. ജോൺ ക്ലാർക്ക്, മിഷേൽ എച്ച് ഡെബോറൈറ്റ്, ജോൺ എം മാർട്ടിനസ്. ജോൺ ക്ലാർക്ക്, മിഷേൽ എച്ച് ഡെബോറൈറ്റ്, ജോൺ എം മാർട്ടിനസ്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകൾ വികസിപ്പിച്ചതിന് 2025 രസതന്ത്ര നോബൽ നേടിയതാരെല്ലാം? സുസുമു കിറ്റഗോവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗി എന്നിവരാണ്. സുസുമു കിറ്റഗോവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗി. 2025 വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം നേടിയവർ ആരെല്ലാം? വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം നേടിയത് മേരി ഇ ബ്രെൻകോവ്, ഫ്രെഡ് റാംസ്റ്റൺ, ഷിമോൺ സക്കാകുച്ചു. മേരി ഇ ബ്രെൻകോവ്, ഫ്രെഡ് റാംസ്റ്റൽ, ഷിമോൺ സക്കാകുച്ചു. 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ആരെല്ലാം? സാമ്പത്തിക ശാസ്ത്രം ജോയൽ മോക്കിർ, ഫിലിപ്പ് ആഗിയോൺ, പീറ്റർ ഹോവിറ്റ്. ജോയൽ മോക്കിർ, ഫിലിപ്പ് ആഗിയോൺ, പീറ്റർ ഹോവിറ്റ്. കേരള സംസ്ഥാനത്ത് പൂർണ്ണമായി തെരുവ് വിളക്കുകൾ സ്ഥാപിച്ച ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്. കേരള സംസ്ഥാനത്ത് പൂർണ്ണമായിട്ടും തെരുവ് വിളക്കുകൾ സ്ഥാപിച്ച ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് പാറളമാണ്. തൃശ്ശൂർ ജില്ലയിലെ പാറളം ഗ്രാമപഞ്ചായത്ത്. 2025 രമൺ മഗ്സസെ പുരസ്കാരം നേടിയ ഇന്ത്യൻ സന്നദ്ധ സംഘടന ഏത്? 2025 രമൺ മഗ്സസെ പുരസ്കാരം നേടിയ ഇന്ത്യൻ സന്നദ്ധ സംഘടന എഡ്യൂക്കേറ്റ് ഗേൾസ് ആണ്. എഡ്യൂക്കേറ്റ് ഗേൾസ്. എഡ്യൂക്കേറ്റ് ഗേൾസ് സ്ഥാപിച്ചതാരാണ്? സഫീന ഹുസൈൻ ആണ്. സഫീന ഹുസൈൻ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ധർമ്മേന്ദ്ര പ്രധാൻ. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ജഗത് പ്രകാശ് നന്ദ. ജഗത് പ്രകാശ് നന്ദ. JP നന്ദ. ഇന്ത്യയുടെ നിലവിലെ റെയിൽവേ മന്ത്രി ആരാണ്? ഇന്ത്യയുടെ നിലവിലെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ആണ്. അശ്വിനി വൈഷ്ണവ്.
കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി ആരാണ്? കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവിയാണ്. അന്നപൂർണ ദേവി. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷയാണ്. PT ഉഷ. ലോകബാങ്ക് പ്രസിഡന്റ് ആര്? ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ. അജയ് ബംഗ. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. അന്റോണിയോ ഗുട്ടറസ്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആര്? കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ. വിജയ കിഷോർ രഹത്കർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. UPSC ചെയർമാൻ ആരാണ്? UPSC ചെയർമാൻ ഡോക്ടർ അജയ് കുമാർ. ഡോക്ടർ അജയ് കുമാർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്ര. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആര്? അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി. R വെങ്കിട്ടരമണി. കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. ജസ്റ്റിസ് സൗമൻ സെൻ. ഇന്ത്യയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇന്ത്യയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. ജസ്റ്റിസ് സൂര്യകാന്ത്. കേരളത്തിന്റെ നിലവിലെ പോലീസ് മേധാവി DGP ആരാണ്? റവാഡ A ചന്ദ്രശേഖർ IPS ആണ്. റവാഡ A ചന്ദ്രശേഖർ IPS. വിദേശ രാജ്യങ്ങളിലെ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി K വിസ എന്ന പേരിൽ പുതിയ വിസ ആരംഭിച്ച രാജ്യം? K വിസ. ചൈനയാണ്. K വിസ എന്ന പേരിൽ പുതിയ വിസ ആരംഭിച്ചത് ചൈന. ആഗോള ഊർജ സ്വാതന്ത്ര്യ ദിനം. ആഗോള ഊർജ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 10. ജൂലൈ 10. 2025 യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം കരസ്ഥമാക്കിയ ഇന്ത്യക്കാരെ. 2025 UNEPയുടെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം കരസ്ഥമാക്കിയ ഇന്ത്യക്കാരെ ജിനാലി മോദിയാണ്. ജിനാലി മോദി. സൗരയൂഥത്തിന്റെ അതിർത്തിയായ ഹീലിയോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ദൗത്യം ഏതാണ്? സൗരയൂഥത്തിന്റെ അതിർത്തിയായ ഹീലിയോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ദൗത്യമാണ് ഇന്റർസ്റ്റെല്ലാർ മാപ്പിംഗ് ആൻഡ് ആക്സിലറേഷൻ പ്രോബ് IMAP. ഇന്റർസ്റ്റെല്ലാർ മാപ്പിംഗ് ആൻഡ് ആക്സിലറേഷൻ പ്രോബ്. എന്തിനെ കുറിച്ച് പഠിക്കുവാനാണ്? ഹീലിയോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ദൗത്യമാണ് IMAP. 2025 ലോക കോപ്പ ഫുട്ബോൾ കിരീടം നേടിയത്. 2025 വനിതാ കോപ്പ ഫുട്ബോൾ കിരീടം നേടിയത് ബ്രസീലാണ്. ബ്രസീൽ. പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള നിയമപരമായ പ്രായം 18 നിന്നും 21 ആക്കി ഉയർത്തിയ സംസ്ഥാനം. പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള നിയമപരമായ പ്രായം 18 നിന്നും 21 ആക്കിയത് കർണാടകയാണ്. നാസയും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISROയും തമ്മിലുള്ള ഒരു സംയുക്ത ഭൂമി നിരീക്ഷണ ഉപഗ്രഹ ദൗത്യമാണ് നിസാർ. നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ. നിസാർ. നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ. സംസ്ഥാനത്തെ ആദ്യ ശലഭ സങ്കേതമാകുന്നത്. സംസ്ഥാനത്തെ ആദ്യത്തെ ശലഭ സങ്കേതം ആറളം വന്യജീവി സങ്കേതമാണ്. ആറളം വന്യജീവി സങ്കേതം. ഇസ്രായേലുമായി സംഘർഷം മൂർച്ഛിച്ച സാഹചര്യത്തിൽ ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയ ഓപ്പറേഷന്റെ പേര്. ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ധു. ഓപ്പറേഷൻ സിന്ധു. 2026 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. 2026 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയാണ്. ന്യൂഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത്. ഇന്ത്യ. ലോക അവയവദാന ദിനം. ലോക അവയവദാന ദിനം ഓഗസ്റ്റ് 13 ലോക അവയവദാന ദിനം ഓഗസ്റ്റ് 13.
2025 ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനാചരണത്തിന്റെ പ്രമേയമുണ്ട്. ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 23 2025 പ്രമേയമാണ് ആര്യഭട്ടം മുതൽ ഗഗൻയാൻ വരെ പുരാതന വിജ്ഞാനം മുതൽ നൂതന സാധ്യതകളിലൂടെ. ആര്യഭട്ടം മുതൽ ഗഗൻയാൻ വരെ പുരാതന വിജ്ഞാനം മുതൽ നൂതന സാധ്യതകളിലൂടെ. ഇന്ത്യയിൽ മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള ഏറ്റവും പുതിയ പുരസ്കാരം ലഭിച്ചത്. മികച്ച പാസ്പോർട്ട് ഓഫീസ് കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസാണ്. കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിച്ച കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത നെൽവിത്തിനങ്ങൾ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിച്ച കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത നെൽവിത്തിനങ്ങളാണ് ജ്യോതി, ഉമ എന്നിവ. ജ്യോതി, ഉമ. 2025 ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് എക്സലൻസ് അവാർഡ് നേടിയ കേരളത്തിലെ ജില്ല. 2025 ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് എക്സലൻസ് അവാർഡ് നേടിയ കേരളത്തിലെ ജില്ല കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ല. മുംബൈയിലെ കാർനാക് പാലം ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്തത്? മുംബൈയിലെ കാർനാക് പാലം ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്തത്? സിന്ദൂർ പാലം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് പുനർനാമകരണം ചെയ്തത്. ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈൽ. ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈലാണ് ഭാർഗവാസ്ത്രം. മിസൈലിന്റെ പേര് ഭാർഗവാസ്ത്രം. ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈലാണ് ഭാർഗവാസ്ത്രം. ന്യൂഡൽഹിയിൽ നടക്കുന്ന 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ. ന്യൂഡൽഹിയിൽ നടക്കുന്ന 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ കങ്കണ റണാവത്താണ്. കങ്കണ റണാവത്ത്. 2025 ആസിയാൻ ഉച്ചകോടി എവിടെയാണ് നടന്നത്? 2025 ആസിയാൻ ഉച്ചകോടി മലേഷ്യൻ തലസ്ഥാനമായ ക്വാലാലംപൂരിലാണ്. മലേഷ്യൻ തലസ്ഥാനമായ ക്വാലാലംപൂരിൽ. മോൻത ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത് എവിടെയാണ്? മോൻത ചുഴലിക്കാറ്റ് ബംഗാൾ ഉൾക്കടലിലാണ് രൂപം കൊണ്ടത്. പേര് നൽകിയ രാജ്യം തായ്ലൻഡാണ്. മോൻത എന്നതിൻ്റെ അർത്ഥം സുഗന്ധമുള്ള പുഷ്പം അല്ലെങ്കിൽ മനോഹരമായ പുഷ്പം എന്നാണ്. മോൻത ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത് ബംഗാൾ ഉൾക്കടലിൽ. പേര് നൽകിയത് തായ്ലൻഡ്. കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രത്തിന്റെ പേരെന്താണ്? കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രത്തിന്റെ പേര് മൈത്രി 2. മൈത്രി 2. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള വാഹന ഗതാഗത യോഗ്യമായ റോഡ് എവിടെയാണ് നിർമ്മിച്ചത്? ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള വാഹന ഗതാഗത യോഗ്യമായ റോഡ് ലഡാക്കിലാണ്. ലഡാക്ക്. 2025 മാർച്ചിൽ വിക്ഷേപിച്ച നാസയുടെ ദൗത്യം. 2025 മാർച്ചിൽ വിക്ഷേപിച്ച നാസയുടെ ദൗത്യമാണ് പഞ്ച്. പൊളാരിമീറ്റർ ടു യൂണിഫൈ ദ കൊറോണ ആൻഡ് ഹീലിയോസ്ഫിയർ. പൊളാരിമീറ്റർ ടു യൂണിഫൈ ദ കൊറോണ ആൻഡ് ഹീലിയോസ്ഫിയർ. പഞ്ച്. അന്തകവള്ളികൾ എന്ന നോവൽ രചിച്ചത്. അന്തകവള്ളികൾ സേതുവാണ്. സേതു. ലഡാക്കിലെ സോകാർ താഴ്വരയിൽ ISRO നടത്തിയ ഇന്ത്യയുടെ ആദ്യത്തെ അനലോഗ് ബഹിരാകാശ ദൗത്യം. ഇന്ത്യയുടെ ആദ്യത്തെ അനലോഗ് ബഹിരാകാശ ദൗത്യം ഹോപ്പാണ്. ഹ്യൂമൻ ഔട്ടർ പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ. ഹോപ്പ്. ഹ്യൂമൻ ഔട്ടർ പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ എവിടെയാണ് നടത്തിയത്? ലഡാക്കില് സോകാർ താഴ്വരയിൽ. സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ. സംസ്ഥാനത്തെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ കണ്ണപുരമാണ്. കണ്ണപുരം. ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകം മാർച്ച് ഓഫ് ഗ്ലോറി. മാർച്ച് ഓഫ് ഗ്ലോറി. ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി. ഇന്ത്യക്കുള്ളിൽ പറക്കുന്ന വിമാനങ്ങളിൽ ഉൾപ്പെടെ ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹം GSAT-N2. GSAT-N2. ഇന്ത്യക്കുള്ളിൽ പറക്കുന്ന വിമാനങ്ങളിൽ ഉൾപ്പെടെ ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹമാണ് GSAT-N2. സംസ്ഥാന സർക്കാരിന്റെ ഇന്റർനെറ്റ് സേവന ദാതാക്കളായ കെ ഫോണിന്റെ ഭാഗ്യചിഹ്നത്തിന്റെ പേര്.
കെ ഫോണിൻ്റെ ഭാഗ്യചിഹ്നത്തിൻ്റെ പേര് ഫിബോ എന്ന കടുവയാണ്. ഫിബോ എന്ന കടുവ. റോസാരിറ്റ എന്ന നോവലിൻ്റെ രചയിതാവ്. റോസാരിറ്റ. അനിത ദേശായി. സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ഭാരത് ടാക്സി. പദ്ധതിയുടെ പേര് ഭാരത് ടാക്സി. ഇന്ത്യയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ്? ഇന്ത്യയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഭാരത് നെറ്റ്. പദ്ധതിയുടെ പേര് ഭാരത് നെറ്റ്. ശ്രീനാരായണ ഗുരു രചിച്ച ലോകത്തിലെ ഏറ്റവും അധികം ഭാഷകളിലേക്ക് 104 ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഗ്രന്ഥം. ശ്രീനാരായണ ഗുരു രചിച്ചതും ലോകത്തിലെ ഏറ്റവും അധികം ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടതുമായ ഗ്രന്ഥം ദൈവദശകം. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ബദലായി സ്വന്തമായ സമഗ്രമായ സംസ്ഥാന വിദ്യാഭ്യാസ നയം സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പോളിസി അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ബദലായിട്ട് സ്വന്തമായിട്ട് സമഗ്രമായ സംസ്ഥാന വിദ്യാഭ്യാസ നയം അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് തമിഴ്നാട്. 2025 നവംബർ 20 ബീഹാർ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തത് ആര്? 2025 നവംബർ 20 ബീഹാർ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് നിതീഷ് കുമാറാണ്. 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2025 പത്മപ്രഭ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണൻ. കേരളത്തിൽ നിന്നും ആദ്യമായി റെഡ് എലഫന്റ് അവാർഡ് ലഭിച്ച ഡിസൈനർ. കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് റെഡ് എലഫന്റ് അവാർഡ് ലഭിച്ച ഡിസൈനർ മുഹമ്മദ് ഫർഹാൻ. സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം. സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് KSFE. നേപ്പാളിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി സുശീല കാർക്കി. കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യ നിർമ്മിച്ച പുതിയ വ്യോമതാവളം ഏതാണ്? കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യ നിർമ്മിച്ച പുതിയ വ്യോമതാവളം ന്യോമയാണ്. കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യ നിർമ്മിച്ച പുതിയ വ്യോമതാവളമാണ് ന്യോമ. ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയിൽ പങ്കാളിയായ മലയാളി ആരാണ്? ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയിൽ പങ്കാളിയായ മലയാളി ജി ഹരികൃഷ്ണൻ. അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച 5000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? 5000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 5. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭ. പൂർണ്ണമായിട്ടും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭയാണ് ഡൽഹി നിയമസഭ. 2035 ഇന്ത്യ സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്ന ബഹിരാകാശ നിലയത്തിന്റെ പേരെന്താണ്? 2035 ഇന്ത്യ സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്ന ബഹിരാകാശ നിലയത്തിന്റെ പേര് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ചതിനെ തുടർന്ന് ജൻസി വിപ്ലവം എന്ന പേരിലുള്ള പ്രതിഷേധം നേരിട്ട രാജ്യം ഏത്? നേപ്പാൾ. നിലവിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. എല്ലാ വർഷവും സെപ്റ്റംബർ 16 ആചരിക്കുന്ന ലോക ഓസോൺ ദിനത്തിന്റെ 2025 പ്രമേയം ശാസ്ത്രം മുതൽ ആഗോള പ്രവർത്തനം വരെ. ഓസോൺ ദിനം സെപ്റ്റംബർ 16, 2025 പ്രമേയം ശാസ്ത്രം മുതൽ ആഗോള പ്രവർത്തനം വരെ. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി. 2026 കോമൺവെൽത്ത് ഗെയിംസ് വേദി ഗ്ലാസ്ഗോയാണ്, സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായിരുന്ന തലച്ചോർ തീനി എന്നറിയപ്പെടുന്ന അമീബ വകഭേദം ഏതാണ്? നെഗ്ലേറിയ ഫൗലറി. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ തലച്ചോർ തീനി എന്നറിയപ്പെടുന്ന അമീബ വകഭേദമാണ് നെഗ്ലേറിയ ഫൗലറി. പുതിയ ആദായ നികുതി ബിൽ നിയമമായിട്ട് പ്രാബല്യത്തിൽ വന്നത് എന്ന്. പുതിയ ആദായ നികുതി ബില്ല് നിയമമായിട്ട് പ്രാബല്യത്തിൽ വന്നത് 2026
പ്രാബല്യത്തിൽ വരാൻ പോകുന്നത് 2026 ഏപ്രിൽ 1 മുതലാണ്. 2026 ഏപ്രിൽ 1 മുതലാണ് പുതിയ ആദായ നികുതി ബില്ല് നിയമമായിട്ട് പ്രാബല്യത്തിൽ വരുന്നത്. 2025 43ാമത് ലോകമാന്യ തിലക് ദേശീയ അവാർഡ് ലഭിച്ചത് ആർക്ക്? 2025 43ാമത് ലോകമാന്യ തിലക് ദേശീയ അവാർഡ് ലഭിച്ചത് നിതിൻ ഗഡ്കരിക്കാണ്. നിതിൻ ഗഡ്കരി. ഏത് ഇന്ത്യൻ ബഹിരാകാശ സാങ്കേതിക സ്റ്റാർട്ടപ്പിന്റെ ആദ്യ വാണിജ്യോപഗ്രഹ ദൗത്യമാണ് ലീപ് 1? ലീപ് 1 ധ്രുവ സ്പേസിന്റെ ആദ്യത്തെ വാണിജ്യ ഉപഗ്രഹ ദൗത്യമാണ് ലീപ് 1, ധ്രുവ സ്പേസ്. 2026 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ വേദി തൃശൂർ. ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? 2026 ബ്രിക്സ് ഉച്ചകോടി ഇന്ത്യയാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.